1984 ജനുവരി 22. സ്ഥലം മാവേലിക്കര. സമയം 4 മണിയായിട്ടുണ്ടാകും. മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. സ്റ്റേഷന്റെ സമീപ പ്രദേശത്ത് കുമ്പം എന്ന സ്ഥലത്തെ നെൽപ്പാടത്ത് ഒരു കാർ കത്തിയിരിക്കുന്നു എന്നതായിരുന്നു ഫോൺ വിളിയുടെ സന്ദേശം. വാർത്ത കേട്ട ഉടനെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ ഒരു തീജ്വാല. കാർ കത്തി ജ്വലിക്കുകയാണ്. ഒരു കറുത്ത അംബാസിഡർ കാറായിരുന്നു അത്. കാറിലെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു നാട്ടുകാർ. ശേഷം പോലീസുകാരും നാട്ടുകാരുടെ കൂടെ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലായി. തീ അണഞ്ഞ സമയത്തായിരുന്നു അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാറിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു. കത്തിയ നിലയിലായിരുന്നു ബോഡി. പോലീസിന് ഒരു നിഗമനത്തിലെത്തി, ഇതൊരു അപകടമായിരുന്നു എന്ന്. കാറിന് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറയുകയും പിന്നീട് തീ പിടിക്കുകയും ചെയ്തു എന്നതായിരുന്നു അവരുടെ നിഗമനം. കാറ് പൂർണ്ണമായി കത്തിയെങ്കിലും കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമായിരുന്നു. കാറിന്റെ ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അവർക്കത് മനസ്സിലായി. മാവേലിക്കരയിൽ തന്നെയുള്ള പ്രവാസിയായ സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തിയുടേതാണ് ആ കാറ്. ഡെഡ് ബോഡിയുടെ ഉയരം മറ്റും നോക്കിയപ്പോൾ അയാൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. എന്നിരുന്നാലും എന്തോ ഒരു അസാധാരണത്വം ഇതിന് പോലീസിന് അനുഭവപ്പെട്ടിരുന്നു. കാരണം സംഭവ സ്ഥലത്ത് നിന്നും ഒരു തീപ്പെട്ടിയും ഒരു കയ്യുറയും അവർക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, കാറിൽ നിന്ന് കുറച്ച് അകലത്തേക്കായി ഓടിപ്പോയ കാൽപ്പാടുകളും അവർ കണ്ടെത്തിയിരുന്നു. ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് വന്നത് അവർ വിചാരിച്ചതിന്റെ വ്യത്യസ്തമായിരുന്നു. അയാൾ മരിച്ചിരിക്കുന്നത് പൊള്ളലേറ്റല്ല. കാരണം കാറിലെ തീ കത്തിയാണ് മരിച്ചതെങ്കിൽ പുക ശ്വസിക്കുന്നത് മൂലം അയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെയോ അല്ലെങ്കിൽ ചാരത്തിന്റെയോ സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ്. മാത്രവുമല്ല, ശരീരം കത്തിയിരിക്കുന്നത് ഒരു കാറിനുള്ളിൽ കിടന്ന് കത്തിയതുപോലെയല്ല. ചില ശരീരഭാഗങ്ങൾ മറ്റു ഭാഗത്തേക്കാൾ കൂടുതൽ കത്തിയിരിക്കുന്നു. അങ്ങനെ പോലീസ് അത് മനസ്സിലാക്കി. സുകുമാരക്കുറുപ്പിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന്. ശേഷം പോലീസിന്റെ അന്വേഷണം ശക്തമായി. കുറുപ്പിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഇടയിലാണ് അവരുടെ ശ്രദ്ധയിൽ അയാൾ പെടുന്നത്. ഭാസ്കരപിള്ള എന്നതാണ് അയാളുടെ പേര്. കുറുപ്പിന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഭാസ്കരപിള്ള. അയാളുടെ സംസാരത്തിൽ നിന്ന് എന്തോ തങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് പോലീസിന് തോന്നിയിരുന്നു. പോലീസ് എപ്പ വിളിച്ചാലും കൈ എപ്പോഴും മറച്ചുകൊണ്ടുള്ള നിൽപ്പായിരുന്നു അദ്ദേഹത്തിന്. അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഭാസ്കരപിള്ളയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഭാസ്കരപിള്ള എത്തിയതോടെ കൈ രണ്ടും പൊക്കുവാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ആദ്യം അയാൾ നിരസിച്ചെങ്കിലും പോലീസിന്റെ നിർബന്ധത്തെ ചൊല്ലി അയാൾ അത് ചെയ്തു. പോലീസ് സംശയിച്ചതുപോലെ അയാളുടെ കൈ പൊള്ളലേറ്റിരുന്നു. ഇതിനയാൾ കണ്ടെത്തിയ കഥ ഒട്ടും വിശ്വസനീയമായിരുന്നില്ല. അങ്ങനെ ഭാസ്കരപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിലൂടെയായിരുന്നു കേരളത്തെ നടുക്കിയ ആ സത്യങ്ങൾ പുറത്തു വന്നത്. സുകുമാരക്കുറുപ്പായിരുന്നില്ല അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. സുകുമാരക്കുറുപ്പ് തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാനിന്റെ നാടകമായിരുന്നു ഇതെല്ലാം എന്ന് തെളിവെടുപ്പിലൂടെ പോലീസിനു മനസ്സിലായി. അത്രയും കാലം അന്വേഷിച്ച കേസുകളിൽ കേരള ചരിത്രത്തെ നടുക്കിയ കേസുകളിൽ ഒന്നായിരുന്നു ആ കേസ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഗോപാലക്കുറുപ്പ്. ആർഭാട ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്ന ഗോപാലക്കുറുപ്പിനെ തന്റെ ജോലിയിൽ അയാൾ ഒട്ടും തൃപ്തനായിരുന്നില്ല. പതിയെ അയാൾക്ക് ജോലി മടുക്കുവാൻ തുടങ്ങി. ഒരു നാൾ അദ്ദേഹം ലോങ് ലീവ് എടുത്ത് നാട്ടിലെത്തി. തിരിച്ച് ജോലിക്ക് പോകുവാൻ ഗോപാലക്കുറുപ്പിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു പോവാതിരിക്കൽ എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കാരണം എയർഫോഴ്സിൽ നിന്ന് ഒളിച്ചോടുക എന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമായിരുന്നു.
നഷ്ടപരിഹാരം മുതൽ കോടതി ശിക്ഷ വരെ ലഭിച്ചേക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചു പോവാതിരിക്കാനുള്ള പല വഴികളും അദ്ദേഹം ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ആ വക്രബുദ്ധി അയാളുടെ ചിന്തയിലേക്ക് വരുന്നത്. അതിന് ഒരേ ഒരു വഴിയേ മുന്നിലുള്ളൂ, തന്റെ മരണം. താൻ മരിച്ചെന്ന് എയർഫോഴ്സിനെ വിശ്വസിപ്പിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ നാട്ടിലെ ഒരു പോലീസിനെ കാണുകയും വലിയൊരു തുക നൽകി തന്റെ മരണപത്രം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ഗോപാലകൃഷ്ണക്കുറുപ്പ് മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് അയാൾ എയർഫോഴ്സിലേക്ക് അയച്ചു. എയർഫോഴ്സ് അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് അബുദാബിയിലേക്ക് തിരിക്കാൻ അയാൾ ശ്രമിച്ചു. എന്നാൽ രേഖകളൊന്നും ഇല്ലാത്തതിനാലും ഉള്ളതാവട്ടെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന ഐഡന്റിറ്റിയും പുതിയൊരു ഐഡന്റിറ്റി അയാൾക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെ അയാൾ പുതിയൊരു പേര് സ്വീകരിച്ചു. അതാണ് സുകുമാരക്കുറുപ്പ്. അബുദാബിയിൽ പോകുന്നതിന് മുന്നേ അയാളുടെ പ്രണയിനിയെ അയാൾ വിവാഹം കഴിച്ചു. വീട്ടുകാരിൽ നിന്ന് അയാൾക്ക് എതിർപ്പ് ഉണ്ടായിരുന്നു. കാരണം വീട്ടുജോലിക്കാരിയുടെ മകളായിരുന്നു സരസമ്മ. തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. തുടർന്ന് കുറുപ്പ് അബുദാബിയിലേക്ക് പറന്നു. അബുദാബിയിലെ മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിലായിരുന്നു ജോലി. അവിടുത്തെ കുറുപ്പിന്റെ വരുമാനം വളരെ കൂടുതലായിരുന്നു. തന്റെ ആകർഷണ സംസാര രീതിയിൽ അയാൾ അവിടെ ഒരു സുഹൃത്ത് വലയം സൃഷ്ടിക്കാൻ എളുപ്പം കഴിഞ്ഞു. അധികം വൈകാതെ തന്റെ ഭാര്യയായ സരസമ്മയും അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്നു. അബുദാബിയിൽ ഒരു നഴ്സായി അവർ ജോലിക്ക് കയറി. വളരെയധികം ആഡംബര ജീവിതമായിരുന്നു അവർ അവിടെ ജീവിച്ചത്. എന്നാൽ ആ ദിവസങ്ങൾ അധിക നാൾ തുടർന്നില്ല. ആ സമയത്താണ് കുറുപ്പിന്റെ കമ്പനിയെ കുറിച്ച് ചില അഭ്യൂഹങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അധിക ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാനും കുറവ് ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെ അവിടെ നിയമിക്കാനായിരുന്നു കമ്പനിയുടെ ചില നയങ്ങൾ. ആ ഒരു നയം തന്റെ ജോലിയെ ബാധിക്കുമെന്ന് കുറുപ്പ് മനസ്സിലാക്കി. ആ സമയത്ത് തന്നെയായിരുന്നു നാട്ടിലെ തന്റെ വീട്ടിന്റെ പണി തുടങ്ങിയത്. അതിനാൽ ഒരുപാട് പണം വേണ്ടിയിരുന്ന സമയമായിരുന്നു അത്. കുറുപ്പ് ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാമെന്ന തീരുമാനത്തിലെത്തി. കുറുപ്പും ഭാര്യയും നാട്ടിലെത്തി. എത്തിയതിനു ശേഷം ഒരു കറുത്ത അംബാസിഡർ കാർ കുറുപ്പ് വാങ്ങി. പക്ഷേ എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് അയാൾക്ക് അപ്പോഴും ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്രത്യക്ഷമായിട്ടാണ് ആ ഒരു ഡിറ്റക്റ്റീവ് നോവൽ കാണാൻ ഇടയായത്. അങ്ങനെ കുറുപ്പ് അത് വായിക്കാൻ ആരംഭിച്ചു. നോവൽ പെട്ടെന്ന് വായിച്ചു തീർത്തെങ്കിലും നോവലിന്റെ ഉള്ളിലെ ഒരാശയം കുറുപ്പിന്റെ ഉള്ളിലെ ക്രിമിനലിനെ ഉണർത്തി. കുറുപ്പ് ജോലി ചെയ്തിരുന്ന കമ്പനി നിരവധി ഇൻഷുറൻസുകൾ അയാളെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. അതിന്റെ എല്ലാം എമൗണ്ടുകൾ അയാൾ കണക്ക് കൂട്ടുവാൻ ആരംഭിച്ചു. മൊത്തത്തിൽ 35 ലക്ഷം വരുന്ന ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതായത് തന്റെ മരണത്തിന് ശേഷം ഈ എമൗണ്ട് കുടുംബത്തിന് വന്നു ചേരും. കുറുപ്പിന് അത് മനസ്സിലായി. അതാണെങ്കിൽ സാധാരണ മരണത്തിന് കിട്ടില്ലായിരുന്നു. അപകട മരണത്തിന് മാത്രമേ ഇൻഷുറൻസ് രൂപ കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ കുറുപ്പ് ചില പദ്ധതികൾ തയ്യാറെടുക്കാൻ തീരുമാനിച്ചു. തന്നെ കൊണ്ട് ഒറ്റയ്ക്കിത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അബുദാബിയിലെ തന്റെ സുഹൃത്തിനെ കൂടി ഇതിൽ കൂട്ടി. അങ്ങനെ കുറുപ്പ് അബുദാബിയിലേക്ക് പോയി. ഷാഹു എന്നായിരുന്നു സുഹൃത്തിന്റെ പേര്. തന്റെ പ്ലാൻ ഷാഹുവിനോട് പറഞ്ഞു. തന്റെ സഹോദരിയുടെ ഭർത്താവിന് ആലപ്പുഴയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളെ അറിയാം. അയാളോട് പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതൊരു അപകട മരണമാക്കി തീർക്കാൻ എളുപ്പം കഴിയും. ഇൻഷുറൻസ് തുക മുഴുവനും കൈക്കലാക്കാനും കഴിയും. ഇതെല്ലാം കേട്ട ഷാഹു കുറുപ്പിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയതിനു ശേഷം ഭാസ്കരപിള്ളയും കുറുപ്പിന്റെ ഡ്രൈവറായ പൊന്നപ്പനെയും അവരുടെ കൂടെ ചേർത്തു. അങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടെത്താൻ ശ്രമം തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറുപ്പിന്റെ
ഉയരവും തൂക്കവുമുള്ള ഡെഡ് ബോഡി ലഭിച്ചില്ല. അവർ കരുതിയതുപോലെ അത് അത്ര എളുപ്പമല്ല എന്നവർക്ക് മനസ്സിലായി. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ മറ്റൊരു പ്ലാൻ കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. എന്നാൽ കുറുപ്പ് തന്റെ അതേ പ്ലാനിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അയാളുടെ മൈൻഡിലേക്ക് വന്നത്, എന്നെ രൂപസാദൃശ്യമുള്ള ഒരാളെ നമുക്ക് കൊന്നാലോ. ഇത് കേട്ട അവർക്കെല്ലാം ഉള്ളിലാകെ ഭയം തോന്നി. ഈ പ്ലാനിനോട് ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല. അവരാരും ഇത് സമ്മതിച്ചില്ല. എന്നാൽ കുറുപ്പ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ അടുത്ത ഇരയ്ക്കായുള്ള അന്വേഷണം അവർ ആരംഭിച്ചു. 1984 ജനുവരി 21 അവർ 4 പേരും ഇരയ്ക്കായി തിരയുകയാണ്. കുറുപ്പ് ഒറ്റയ്ക്ക് ഒരു കാറിലും ബാക്കി 3 പേർ മറ്റൊരു കാറിലും ഹരിപ്പാട് എന്ന സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോഴാണ് അവരുടെ കണ്ണിൽ അത് പെടുന്നത്. ഒരു തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ഒരാൾ കൈ കാണിക്കുന്നു. പൊന്നപ്പൻ ഓടിച്ച കാറിനാണ് കൈ കാണിച്ചത്. അവർ വണ്ടി ഉടൻ നിർത്തി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാക്കോ എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. സമയം ഒരുപാട് വൈകിയതിനാൽ മറ്റു വാഹനങ്ങൾ കിട്ടാത്തതിലാണ് താൻ വണ്ടിക്ക് നേരെ കൈ കാണിച്ചതെന്ന് പറയുകയുണ്ടായി. കാറിൽ കയറാനുള്ള അനുവാദം ചാക്കോയ്ക്ക് അവർ നൽകി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ അത് ശ്രദ്ധിച്ചത്. കുറുപ്പിന്റെ ചില സാദൃശ്യങ്ങൾ അയാൾക്ക് ഉള്ളതായി അവർക്ക് തോന്നി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കൂടാതെ അയാളെ നിർബന്ധിപ്പിച്ചു ബ്രാൻഡി കുടിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് അയാൾ ബോധരഹിതനായി. പിന്നീട് പിള്ളയും ഷാഹുവും ചേർന്ന് ഒരു തൂവാല കൊണ്ട് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി. അവിടെ നിന്ന് അവർ നേരെ പോയത് കുറുപ്പിന്റെ ഭാര്യ വീട്ടിലേക്കായിരുന്നു. അവിടെ പോയി അവർ ചാക്കോയുടെ മുഖവും മറ്റു ഭാഗങ്ങളും കത്തിച്ചു. മനസ്സിലാവാത്ത തരത്തിലായിരുന്നു അവരുടെ ആക്രമണം. ശേഷം അയാളുടെ വസ്ത്രങ്ങളും മറ്റും നീക്കം ചെയ്തു. എന്നിട്ട് കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ഇനിയാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും അവസാന ഘട്ടം. ചാക്കയുടെ ബോഡിയുമായി അവർ തിരിച്ചു. തണ്ണിമുക്കം എന്ന വയൽപ്പാടത്തിൽ ഇടുവാനാണ് അവർ തീരുമാനിച്ചത്. അവർ അവിടെ എത്തി. കറുത്ത അംബാസിഡർ കാറിന്റെ മുൻവശത്തിരുത്തി കാറ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭാസ്കരപിള്ളയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഷാഹുവിനെയും പൊന്നപ്പനെയും അറസ്റ്റ് ചെയ്തു. ഷാഹുവിൽ നിന്നായിരുന്നു കേസിന്റെ തെളിവുകളെല്ലാം അവർക്ക് ലഭിച്ചത്. അതിനാൽ ഷാഹുവിനെ പോലീസ് മാപ്പുസാക്ഷിയാക്കി. അതിനുശേഷം സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറുപ്പിനെ കണ്ടുകിട്ടിയില്ല. ഇവർക്ക് 3 പേർക്കും കുറുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു അർദ്ധരാത്രി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു. സുകുമാരക്കുറുപ്പിന്റെ ഒരു ബന്ധുവാണ് സംസാരിക്കുന്നത്. സുകുമാരക്കുറുപ്പ് ആലുവയിലെ ഒരു ലോഡ്ജിൽ ഉണ്ട്. നിങ്ങൾ ഉടനെ ചെന്നാൽ അയാളെ പിടിക്കാം. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും കുറുപ്പ് അവിടം വിട്ടിരുന്നു. പോലീസിന്റെ അന്വേഷണം ശക്തമായി. അന്വേഷണം സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. ഗ്വാളിയർ, ഭോപ്പാൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഭൂട്ടാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചു. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും കുറുപ്പ് എവിടെ പോയെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചു പോയോ എന്ന് പോലും ആർക്കും അറിയില്ല. നീണ്ട 40 വർഷങ്ങളായിട്ടും കുറുപ്പിനെ ആരും കണ്ടെത്തിയില്ല. Then I will stop and see you again. Bye.